അന്നം തേടിയുള്ള മനുഷ്യൻ്റെ അലച്ചിലിന് അവൻ്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. ഗൾഫ് മരുഭൂമിയിൽ എണ്ണയുടെ ഉറവ കണ്ടു തുടങ്ങിയതോടെ ഉരുവിലും ചരക്ക് കപ്പലുകളിലുമായി മാസങ്ങൾ നീണ്ട സാഹസിക യാത്രയിലൂടെ മലയാളികളും ആ സ്വപ്നഭൂമിയിലെത്തിത്തുടങ്ങി. കുടുംബം പുലർത്താൻ വേണ്ടി അക്കരെ എത്തിയ ആദ്യത്തെ മലയാളി ആരായിരിക്കും? ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പറന്നിറങ്ങുന്ന പുതിയ തലമുറയ്ക്ക് വഴി വെട്ടിത്തെളിച്ച് മുമ്പേ നടന്നു നീങ്ങിയ, ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടാതെ പോയ ആദ്യകാല പ്രവാസികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ചിത്രം സമർപ്പിക്കുന്നു. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ. അക്കരെയായാലും ഇക്കരെയായാലും ഭാഗ്യം വേണം കര കയറാൻ. താണ്ടി കരയേറിയ പൂർവികർ ഒരു മേഖല കണ്ടെത്തിയ ഭാഗ്യവാന്മാർ. ഒരു തുപ്പി കടലലകൾക്കിരയായി മരണം വാങ്ങി കര കണ്ടില്ലവരിൽ നിർഭാഗ്യവാന്മാർ. ഉരുവേറി കടൽ താണ്ടി കരയേറിയ പൂർവികർ ഒരു മേഖല കണ്ടെത്തിയ ഭാഗ്യവാന്മാർ. ഒരു തുപ്പി കടലലകൾക്കിരയായി മരണം വാങ്ങി കര കണ്ടില്ലവരിൽ നിർഭാഗ്യവാന്മാർ. പണിയില്ലാത്തോരുടെ പറുദീസയായുള്ള മറുനാട്ടുവാതിൽക്കൽ കാണാം. നിലവിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഉരുകുന്ന ജന്മങ്ങളേറെ. പണിയില്ലാത്തോരുടെ പറുദീസയായുള്ള മറുനാട്ടുവാതിൽക്കൽ കാണാം. നിലവിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഉരുകുന്ന ജന്മങ്ങളേറെ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ.
കണ്ടല്ലോ ഭാഗ്യവാന്മാർ പല ശ്രേണികൾക്കുയരത്തിലെത്തി. മിന്നുന്നത് മുഴുവൻ പൊന്നല്ലെന്നറിവ്, വൈകിയെത്തുന്ന വിവേകം. 1 10 100 മോഹം, അവസാനിക്കാത്തൊരു ലോകം. 1 10 100 മോഹം, അവസാനിക്കാത്തൊരു ലോകം. അവസാനിക്കാത്തൊരു ലോകം. അവസാനിക്കാത്തൊരു ലോകം. അവസാനിക്കാത്തൊരു ലോകം. അവസാനിക്കാത്തൊരു മാറിയാണി അവിടെ നിങ്ങളൊക്കെ എത്ര പേര്? എല്ലാവരും റൂമിലുണ്ട്. പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് നീ എന്ത് സാധനം ഒന്നും കൊടുത്തേക്കായിരുന്നേ? എന്തെങ്കിലും വാങ്ങി കൊടുത്തേച്ചൂടായിരുന്നോ? ആയിക്കോട്ടെ, ഞാൻ 10 മണിക്ക് ഇറങ്ങും. ഓ ഷുവർ. എല്ലാം പറഞ്ഞ പോലെ ആ ബ്ലാങ്കറ്റ് എടുത്ത് മുകളിൽ കയറി വരുന്ന സമയം കണ്ടില്ലേ? വലൈക്കും അസ്സലാം. കത്ത് അടിയിലിട്. സൂട്ട്കേസിൽ ഇട്ടാ മതി. ഇതൊക്കെ പാടായിട്ട് കുത്തിത്തുരി കണ്ട അതൊന്നും പറഞ്ഞ കാര്യം സംഗതി അതിന്റെ ലെവലിൽ കെട്ടുന്നല്ല. മാറ്റിയെടുത്ത് കെട്ടി 10 മണിക്ക് ഇറങ്ങും. പോയിട്ടില്ല നാട് ഒരു പെട്ടി കെട്ടണ. ആ കത്തല്ല ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടിലെന്തെങ്കിലും പറയണോ? ഇത് കണ്ടോ, ജലീലിന്റെ വീട്ടിലേക്കുള്ള ലോഡാ. ഇതിപ്പോ അങ്ങനെ നാട്ടിലേക്ക് കടത്തണ്ട. വേണ്ടടാ, നമ്മളെന്തിനാ അതിലിടപെടുന്നത്? നിനക്ക് സംഘടന എടുത്തു വെച്ചോ, നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകാം. 6 മാസത്തിലൊരിക്കൽ നാട്ടിൽ പോണ ജലീല് ഇന്ന് വരെ നമ്മളത് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടോന്? വേണ്ട, ഒരു കത്തെങ്കിലും. അത് വേണ്ട, പോകുന്ന കാര്യം ആരോടെങ്കിലും മിണ്ടാറുണ്ടോ? എന്നിട്ട് നമ്മളൊക്കെ നാട്ടിൽ പോകുമ്പോ വലിയൊരു പെട്ടി തന്നു വിടുക. ഓന്റെ സ്ഥിരം പരിപാടിയാണ്. ആഹാ, ഇതുവരെ ഒരുങ്ങിയില്ലേ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമയമായി. നോക്ക്, പെട്ടിയൊന്നും കെട്ടിയിട്ടില്ലല്ലേ? വിളി കഴിഞ്ഞോ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ ഒരു 10 കിലോ സാധനം കൊണ്ടുവരാൻ പറ. ഇപ്പോൾ തന്നെ ഈ പെട്ടിയിൽ 3/4 ഭാഗവും മറ്റുള്ളവരുടെ സാധനങ്ങളാ. സാരല്ലടാ, എൻ്റെ അവസാനത്തെ പോക്കല്ലേ. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ലല്ലോ. എന്നാ പിന്നെ എല്ലാരോടും അങ്ങനാണെങ്കിൽ അടുത്ത കൊല്ലത്ത് ഹജ്ജിന് പോവും. ഹജ്ജ് കഴിഞ്ഞിട്ട് സുബൈറിൻ്റെ കൂടെ അബുദാബിക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് മടങ്ങും. ഗൾഫുകാരുടെ സുഖം ഞമ്മക്കും വേണ്ടേ ഒന്നറിയാ. കുട്ടിയിലേക്കാ എന്താടാ കിടന്ന് കേറുന്നത്? വേഗം ഇങ്ങോട്ട് വരും, ഒരു കാര്യം പറയാനാ. പ്രാവശ്യം ലീവ് കുറച്ച് നേരത്തെ എടുത്താണ്. വരുന്ന കാര്യം ആരെയും അറിയിച്ചില്ല. എയർപോർട്ടിൽ നിന്ന് വണ്ടി വിളിച്ചാൽ നേരെ കൊണ്ട് പോന്നാ. ഹലോ, ആ എപ്പോഴെത്തിയ? ഇപ്പം എത്തിയതേ ഉള്ളൂ. എന്തൊക്കെ സുഖം തന്നെയല്ലേ? യാത്രയൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ചെറുക്കൻ വന്ന് വിവരം പറഞ്ഞപ്പോ ഞാൻ അന്തം വിട്ടുപോയി. അതാ പറയാതെ പോകുന്നത്. നിങ്ങളാകെ ബേജാറായി പോയി. അകത്തേക്ക് ഇരിക്കാം. വാ കുഞ്ഞാലിയെ.
ഇതിന്റെ വളമൊക്കെ എങ്ങനെയോ ലീക്കായി പോകുന്നുണ്ട്. വെറുതെ പണിയെടുക്കുക. ഡാകാ ഡാകാ. ബിലാനെ ലീക്ക് ചെയ്യാൻ മാറ്റും. മര്യാദയ്ക്ക് പണിയെടുത്തോ. ബിലാനെ പണിയെടുത്തോ. ഞാൻ ഇപ്പോഴാണ് വരും. ഞാൻ പോയി ഞാൻ പണി നിർത്തണ. ആ വീരാനെ ആ. അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണല്ലോ. എന്ത്? അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണേ. സൂറ സൂറ എന്തേ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നത്? ഒരുപട്ടോളെ എന്റെ ആങ്ങള് ഗൾഫിൽ നിന്നിട്ടുണ്ട്. എന്റെ റബ്ബേ, എന്നിട്ട് നിങ്ങൾ ഇത്ര നേരം ഏത് പള്ളിക്കാട്ടിലെ എന്റെ തന്തേ? പാരപ്പിച്ചോട് ഒന്ന് വേഗം ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. പോത്തെ എവിടെ പോയി എന്റെ മക്കളൊക്കെ? കളിക്കാൻ പോയതാ. ഓലെ കളി ഇന്ന് കളിച്ച കണ്ടൊരു ദോശോല്. ഇന്ന് എവിടേക്കാ ഞാൻ മണ്ടണ്ടി പഠിച്ചോനെ. ആ പൊട്ടി പൊളിച്ചതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ അത് മുഴുവൻ ലീക്കായി പോയില്ല. മാരക്കൊത്തന്മാരെ നിക്കവിടെ. ആ അങ്ങനെ കളി ഞാൻ തീർത്തരാം. എന്നാലും ഈ നമ്മളോട് ഇത് ചെയ്യൂന്ന് കരുതിയില്ല. കുട്ടികളെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയില്ല. വിമാനത്താവളം കാണിച്ചു തരാന്ന് ഓർക്കൊരു പൂത ഉണ്ടാക്കിയ വെറുതെ ആയിപ്പോയി. അളിയൻ വന്നു എന്ന് കേട്ടവൻ തുടങ്ങിയതാ സൂറ കരച്ചില്. വരുന്ന കാര്യം അറിയിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഓള് കരയണത്. സാധാരണ ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പം ആ സംഗതി എങ്ങനെയോ ഇവിടെ ലീക്കാവാറുണ്ട്. ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. അളിയൻ വരുമ്പോൾ വിമാനത്താവളം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തതാ. ഐറ്റിങ്ങൾക്കും ഉണ്ടാവില്ല വിമാനം കാണാനുള്ള ഒരു പൂതി. ഡകാ ഡകാ. എന്തേ അനക്കൊന്നും പറയാനില്ലേ? കൊണ്ടോട്ടി കഴിഞ്ഞ് എയർപോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി 20 ഉറുപ്പ്യ കൊടുത്ത ഓട്ടോറിക്ഷയിൽ കരിപ്പൂർ എയർപോർട്ടിലെത്താം. ഷാഹിനാക്കും കുട്ടിക്കും ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അതിന് അളിയാൻ വരാൻ കാത്തു നിന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ വിമാനത്താവളം കാണാനുള്ള സങ്കടം. എനിക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അറിയിക്കാതെ വന്നോണ്ട് ഇവനെ അവിടുന്ന് കയറ്റി വിട്ടാന്ന് ആൾക്കാർ പറയുന്നത്. നാട്ടിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടായി വരേനും അതില്ലാണ്ടായി. കുട്ടിയാക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. പെട്ടി പൊളിക്കണതും കാത്തിരിക്കുക അവലൊക്കെ. ബാളിയ പെട്ടി പൊളിക്കും അടുത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എനിക്കൊരു സാധനം ആവശ്യമില്ല. എനിക്ക് അഭിമാനം വലിയ. ഡകാ ഡകാ. എന്തൊക്കെ കൊണ്ടോന്ന് നോക്കാലോ. എന്താളിയാ നിങ്ങൾ അഭിമാനമൊക്കെ പോയാ? അഭിമാനം നാളെ ഉണ്ടാവും. പൊട്ടിന്ന് പൊളിഞ്ഞു. ഡകാ ഡകാ. പുറത്തേക്ക് ചെല്ല്. സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എടുത്തു വെച്ചാലേ കിട്ടുള്ളൂ. എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നെ. ഇതൊക്കെ ഒന്ന് ഓരി ചേരി. ഇന്നെ കൊണ്ട് കഴിയൂല അത് ഓരിയക്കാൻ. അല്ലേ ഓരിയക്കാൻ മാത്രം ഇതിലെന്താ ഉള്ളത്? ഇങ്ങനെയാ മനുഷ്യന്മാര് ഗൾഫുന്നവരില്. ഈ എമർജൻസി ഞാൻ എടുക്കും. എനിക്ക് കഴിഞ്ഞ വരവിടെ ഒന്നും കിട്ടിയില്ല. പഠിച്ചോനെ ഇത് അളിയന് നല്ലോണം ചേരും. വെറുതെ ഉറക്കുകയെന്നാ തോന്നുന്നു. പെട്ടിയിലൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയി കടന്നോളി. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇവിടെ വേണല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം. അത് വേണ്ട. സൂട്ട് കേസിലേ ഓന്റെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും.
നിനക്കൊന്നും കിട്ടിയില്ലേ? ഒന്നും എടുക്കരുതെന്നല്ല ഇക്കയുടെ ഓർഡർ. അതുകൊണ്ടാണോ? ഇക്ക പറഞ്ഞതാ ശരി. ഇത്താത്തമാരുടെ ആർത്തി കണ്ടിട്ട് എനിക്ക് അറപ്പ് തോന്നുന്നു. അളിയന്മാർ രണ്ടാളും നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ ഇതിലൊന്നും താല്പര്യമില്ലാത്ത? 5-6 കൊല്ലം ഞാനും ഗൾഫിൽ നിന്നതല്ലേ. ഒരു ഗൾഫുകാരൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. താഹിറയ്ക്ക് നല്ല വിഷമമുണ്ടാവും. വിഷമമുണ്ടാവും, എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും. അവളും കൂടി മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിൽ പാവം സുബൈറിൻ്റെ അവസ്ഥ എന്താവും? പിന്നെ രാവിലെ നേരത്തെ പോകണം. എനിക്ക് നിങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. തൂക്കൊണ്ടാടാ കളി. സാധനങ്ങളൊക്കെ കുറെ അടിച്ചുല്ലേ. വാ വാ വാ, വേഗം വന്ന് കിടക്ക്. രാവിലെ പോണവിടുന്ന്. ഓനക്ക് കളി കുറെ കൂടുന്നുണ്ട്. ഞമ്മള് പോട്ടെ. ഞങ്ങള് പോവാ. സുബൈറിനോട് ഇന്ന് തന്നെ അങ്ങോട്ടൊന്ന് വരാൻ പറയും. വേഗം വാ. സുബൈർ അതാ വരുന്നേ. ഞങ്ങള് പോവാണ്. നാളെ പോയാ പോരെ? നാളെ പോയാലും ഇന്ന് പോയാലും കണക്കാ. അളിയൊന്ന് അയച്ചിട്ട് വേണ്ടേ ഞങ്ങക്ക് കയ്യാന്? വേറെ ആരും സഹായിക്കാനില്ലല്ലോ. ഇവിടെ എന്നാലും ഇന്നത്തെ പണിയും പോവും. 1 മിനിറ്റ്, ഇപ്പൊ വരാം. മറ്റേ കാര്യം പറയ്. എന്ത് കാര്യം? എന്റെ കല്യാണക്കാരിയേ. അതെ, ഇവക്കൊരു കല്യാണം ഉണ്ടാക്കാൻ സുബൈറിനോടൊന്ന് പറയണ്ടേ? ഇപ്പൊ മുണ്ടണ്ട. ആ ലീക്ക് ബീരാ നോക്കി നിൽക്കുന്നുണ്ട്. ഇക്കാര്യം പറയാൻ അടുത്ത ആഴ്ച വന്ന് 2 ദിവസം കൂടെ താമസിക്കും. എന്നാ ഇത് വെച്ചോ. നന്നായി പഠിക്കണം കേട്ടോ. ഇടക്കൊക്കെ വരണം. സുബൈറേ, ഒന്നവിടെ നിക്ക്, ഒരു കാര്യം പറയട്ടെ. അളിയൻ എന്തെങ്കിലും കൊടുത്താളാ. മൂപ്പർക്കൊന്നും ഇഷ്ടല്ല, എന്നാലും ഒരു സന്തോഷല്ലേ. ഇതളിയാ, ഇത് വെച്ചോളി. എന്തിനാ ഇത്? ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കാണ്ടാവോ? അല്ല, ഇനി പോരെ, റാഹത്തായി. പോകുന്നുണ്ടോ? ഞങ്ങള് 2 ദിവസം കഴിഞ്ഞിട്ട്. അതേതായാലും നന്നായി. ഷാഹിൻ എന്താ അമ്മ പറയാതെ പോയത്? അന്നെ കൊറേ കാത്തുന്നു. ഈ നേരം വൈകിയോണ്ടാ. നേരത്തെ പോയെങ്കിലല്ലേ കുട്ടിക്ക് സ്കൂൾ പോകാൻ പറ്റുള്ളൂ. 1-2 സ്ഥലത്തെല്ലാം പോയപ്പോ നേരം വൈകി, അതുകൊണ്ടാ. അല്ലെങ്കിൽ സായനാക്കും റസാക്കിനൊന്നും ഇവിടെ വന്നിക്കണ വലിയ താല്പര്യമൊന്നുമില്ല. ഓൽക്ക് തോന്നുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് വരും. കുറച്ചേരം ഇവിടെ നിന്നാണ്ട് പോവും ചെയ്യും. കായറ, ഇവിടെ വന്നാ. ഇതൊന്ന് അരിഞ്ഞ. നിങ്ങൾക്കൊക്കെ നല്ലോനായിരിക്കാം, എനിക്കത് തോന്നിയിട്ടില്ല. സുബൈർ നാട്ടിക്ക് വരുന്നതിൻ്റെ തലേ ദിവസം കൂടി എൻ്റെ മകൻ ജലീല് ഗൾഫിൽ നിന്ന് ഈ മൊബൈലിൽ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. സുബൈർ വന്നതറിഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോൾ ഓൻ പറഞ്ഞ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുക്കാൻ അകത്തേക്ക് പോയ ഓൻ തിരിച്ചു വന്ന് കെട്ട് കാണാനല്ലാന്ന് പറഞ്ഞ. അപ്പൊ പിന്നെ എവിടെ പോയി? ആ സാധനം എന്തായിരുന്നു? ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കണ എന്തോ ഒരു സാധന. നല്ല ചൊറുക്കാന്നാ ജലീൽ പറഞ്ഞത്. 5-6 ഉറുപ്യ വില വരുവേ. എന്റെ സംശയം സുബൈറെ വിറ്റ് പുട്ടടിച്ചിട്ടുണ്ടാവുന്ന സംഗതി അത് തന്നെ. എന്നാലേ ആ പുട്ടോന് ദഹിക്കൂല. പണം എനിക്കും എൻ്റെ മകനും പുല്ല. പക്ഷേ നമ്മള് വിശ്വാസവഞ്ചന ചെയ്യൂല.
കുട്ടിയാൽ ഇപ്പൊ അടുത്തല്ലേ പണക്കാരനായത്. ഓനക്കാളും 10 കൊല്ലം മുമ്പ് ഞാൻ പണക്കാരനായിക്കണ്. സുബൈറിന് വിസ വാങ്ങി കൊടുത്തത് ഞാനാ. പക്ഷെ ആ നന്ദി തോന്നി നമ്മളോടില്ല. കുട്ടികളിയൊക്കെ വരുന്നു, നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. ഞാൻ പോവുക. എനിക്ക് കോഴിക്കോട് വരെ ഒന്ന് പോണം. നാട്ടിലെ പണക്കാരമ്പാടുണ്ട്. പക്ഷെ നമ്മക്ക് അതുകൊണ്ടൊരു കാര്യമില്ല. ഹംസ എന്താ ഇവിടുന്ന് പൊട്ടിച്ചത്? കുട്ടിയാലിയാക്ക് എപ്പോഴാണ് പണക്കാരനായത്? ഓ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ഞാൻ പണക്കാരാണെന്ന്. അത് മതി. എന്നാലേ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ വെച്ചാലേ എൻ്റെ ഒരു പണം ഉണ്ടെങ്കിലേ അതുകൊണ്ട് ഇന്ന് ആൾക്കാർക്ക് കാര്യം കിട്ടുന്നുണ്ട്. മൂപ്പർക്കൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? പള്ളീൻ്റെ അറ്റകുറ്റപ്പണിക്ക് നമ്മളെ 5000 കൊടുത്തപ്പോൾ ഹംസ കൊടുത്ത എത്ര? 250. ചന്ദ്രത്തെ മൈമൂദിന്റെ മോളെ കെട്ടിക്കാനേ ഞാൻ കൊടുത്തത് 1000, ഹംസ കൊടുത്തത് 100 രൂപ. കട്ടപ്പുറത്തെ മറിയത്തിന്റെ പേരെന്നാക്കാന് ഞാൻ കൊടുത്തത് 2000, ഹംസ കൊടുത്തതോ എത്രയാ? 50 ഉറുപ്പിക. കൊല്ലത്തെ നോമ്പനെ 2 ആൾക്കാർ നമ്മൾ വാരി. നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ? സക്കാത്തും പൈസ 25, 50 കിട്ടാത്ത ഉണ്ടോ നാട്ടില്? മൊയ്തീനെ എനക്ക് എത്ര കിട്ടിയത്? 25 ഉറുപ്പിക. എനക്കത് മതി. നിങ്ങൾ പറ, എനിക്കാണോ ഹംസക്കാണോ നിലയും വിലയും കൂടുതലുള്ളത്? അത് കുട്ടികളെയൊക്കെ തന്നെ എന്ത് ചെയ്യും? അത് ശരിയാ. എന്നാ പോരി, എന്റെ വക ചായയും നെയ്പടിയുണ്ട്. സുബൈർ ഗൾഫിൽ നിന്ന് വന്ന വകയിലാന്ന് കൂട്ടിക്കോളി. ആയിക്കോട്ടെ. പോരടോ. ഇങ്ങനെയെങ്കിൽ സുബൈറിനോട് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറയാം. എന്ത് ചെയ്യും? നേരം വൈകി പോയിട്ടാ, ഇല്ലെങ്കിൽ ഇതിനേക്കാളും അധികം സാധനം കിട്ടേനി. ഉള്ള സമയം കളിച്ചുകൂടി മോയന്തേ. ഹുസൈൻ അളിയൻ വന്നിട്ടുള്ള മുഴുവൻ ചാക്കിലാക്കി പോയിണതാ. മുണ്ടാതെ അങ്ങോട്ട് നടന്നാണ് നിങ്ങള്. ചേലക്കണ്ടേ കാര്യം കൊറ്റിയേ ഓലക്കമ്മല വർത്താനം. ഞാൻ ഈ സുബൈർ പോണതിന് മുമ്പ് പോയിട്ട് കിട്ടുന്നിടത്തോളം അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. ആദ്യം തന്നെ എൻ്റെ ഏട്ടത്തിനടുത്ത് കെട്ടിയാൽ മതി. ഇനി ഓക്കെ ബുദ്ധിയും കൗശലമുള്ള ഈ ബോധം അന്ന് നിങ്ങണ്ടെങ്കിൽ ഞാൻ കഴിച്ചില്ല. ഇനി നിങ്ങളൊക്കെ മനസ്സിന്റെ കൂടുതൽ എണ്ണാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ ഞാൻ പോത്തിനെ കെട്ടി കൊണ്ടിറക്കേണ്ടി വന്നത്. പിന്നെ പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചെല്ലുള്ളതിനോട് ജിജിനോടൊന്നും ഉണ്ടണ്ട. നടക്കാട്ട് അവിടെ നിൽക്ക്. രണ്ടാളും ഒരു തീരുമാനം ഉണ്ടായിട്ട് ചവിത്തക്ക് കയറിയാ മതി. ജിന്റെ മകനല്ലേ? എനിക്കറിയില്ല. എന്നാല് എനിക്കറിയാം. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ആ ഇത്രമാത്രം ചൂടാൻ ഇവിടെ പന്ത ഉണ്ടായത്? ഇവിടെ ഒന്നും ഉണ്ടായില്ലേ? പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്ന് കേട്ട് ഇജാണ്ട് പാകുന്നതിന് മുമ്പ് വയസ്സായ തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ തോന്നിയ എനിക്ക്. ഇതപ്പോ വലിയ കാര്യം. ആദ്യം തള്ളിയും തന്തി പൊരൻ്റെ അകത്തുനിന്ന് അടങ്ങിയിരിക്കാൻ നോക്കി. തന്ത 24 മണിക്കൂർ ചായ പീടിയാല് ചേക്കുവിന്റെ പുര. വലിയ ചങ്ങായിയാണല്ലോ ചേക്കു. തള്ള 24 മണിക്കൂറും അയൽപക്കത്തെ ടിവിന്റെ മുന്നിൽ. ഇവിടെ നിങ്ങളെ രണ്ടാളെയും തെരഞ്ഞ് ഞാൻ നടക്കണല്ലേ? വയസ്സായ ബാപ്പാനും ഇമ്മാനെയും ഒന്ന് അനുസരിച്ചുകൂടാ എനിക്ക്? വയസ്സായി പറയല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ. നിങ്ങളെ പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്റെ വിധി എന്നല്ലാതെ എന്ത് പറയാന്? നിങ്ങളെ കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് തിന്നാന് മക്കളായ ഞങ്ങൾക്കുണ്ടാവും ആഗ്രഹം. അത് നിങ്ങളും മനസ്സിലാക്കണം. ഞങ്ങൾക്കാർക്കൊന്നും കൊണ്ടുവന്നില്ല സൂറ. സുബൈർ ഇപ്രാവശ്യം വെറുങ്കയായിട്ട് അമ്മ വന്നത്. വലിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ ഉമ്മ ആ പെട്ടി നിറയെ മറ്റുള്ളവരെ സാധനങ്ങളായിരുന്നു. ആങ്ങളെ വന്നിട്ട് ഞമ്മക്കെന്താ മരുവള് കൊണ്ടുവന്ന കുഞ്ഞുകഥയാ? ആനമുട്ട പിഞ്ഞത് നിങ്ങക്ക് വേണ്ടില്ലേനോ? എനിക്കും വല്ലതും കിട്ടിയോ? ഈ വയസ്സ് കാലത്ത് എനിക്ക് പോറിയ സാധനമാണല്ലേ? മുണ്ടാണ്ടാടെ കുത്തിയിരുന്നോ? മുണ്ടാതെ. എനിക്കപ്പ വയസ്സായത്. നിങ്ങളിപ്പോ ചെറുപ്പക്കാരനാ? ആ ചെറുപ്പക്കാരൻ തന്നെ. എൻ്റെ ആ ലക്ഷണം കെട്ട മാനില്ലേ, ഓൻ്റെ കണ്ണൂക്കിൻ്റെ ചോറ് ഞാൻ നടക്കുക. ഓൻ്റെ ആ കൊന്ത്രമ്പല്ലി ഞാൻ തട്ടു. ആ കൊന്ത്രമ്പല്ല് ഞാൻ തട്ടും. ജല്ല ഞാൻ തട്ടു. എന്നാലൊന്ന് കാണണല്ലോ. അറിയാത്തോണ്ട് ചോദിക്കുക. എന്തിനുള്ള പുറപ്പാടാ?
ജി കൊറേ കാലായാലും എൻ്റെ ബെയ്ത്താല കൂടുന്നേ അനക്ക് എന്താ മാണ്ടിയത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ വാപ്പേ, എനിക്ക് ബിസിനസ് തുടങ്ങാൻ കുറച്ച് പൈസ വേണമെന്ന്. നിങ്ങളെടുത്ത് കണ്ടമാനം പൈസ അല്ലേ, കടം തന്നാ മതി. മാസാമാസം ഞാൻ തന്ന് വീട്ടിക്കോളാം. കുറച്ച് പൈസ എൻ്റെ അളിയനോട് വാങ്ങാം. ഈ കൂലിപ്പണി എടുക്കാൻ ഇന്നെ കൊണ്ടാവൂല. ആ ആയിക്കോട്ടെ. എത്ര ഉറുപ്പ്യ എനിക്ക് ഞാൻ തരേണ്ടിയത്? 50,000. ആ എന്ത് ബിസിനസ് ആജി തുടങ്ങണേ? കോഴിക്കച്ചവടം. അതേതായാലും എനിക്ക് ചേരും. പക്ഷെ എനക്കൊന്ന് കേക്കണോ, ആ ബിസിനസിന് 5 പൈസ ഞാൻ തരൂല. 5 പൈസ ബാപ്പേ, ഞാൻ പറയണത് നിങ്ങൾ കേക്കി. എന്ത് പറഞ്ഞാലും ജീവനുള്ള കാലത്ത് ആ ബിസിനസിന് ഒരു നയാ പൈസ ഞാൻ തരൂല. നയാ പൈസ മാണ്ട, നിങ്ങളെ ജീവൻ പോണ വരെ ഞാൻ കാത്തുന്നോളാം. ആ പ്രേമനോ? അതേതായാലും നന്നായി. നമുക്ക് സഫിയാത്തൻ്റെ വീട് വരെ ഒന്ന് പോകണം. പള്ളിപ്പടി വഴി വണ്ടി പോവില്ല, അവിടെ റോഡ് പണിയാ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് കോളനി വഴി പോവാം. ആ ആയിക്കോട്ടെ, ഓക്കെ. എന്നാ സുബൈർക്ക വന്നത്? 2-3 ദിവസമായടാ. ഓട്ടോ ഒക്കെ കിട്ടാറില്ലേ? ആ വലിയ കുഴപ്പമില്ല. റോഡ് പണിയൊക്കെ എന്തായി? പെട്ടെന്ന് കഴിയോ? എവിടെ? ഇതേ നാടെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ നീ എൻ്റെ വീട്ടിൽ പോയിരുന്നോ? ആ. എന്താ സെഫിന്റെ മക്കളെയൊക്കെ സ്ഥിതി? സുഖാണ്. ഇതാ സഫിയാത്തൻ്റെയും കുട്ടികളെയും കത്തുകളാ. ഇതാ കുറച്ച് അച്ചാറും തന്നിട്ടുണ്ട്. ഇതിലിപ്പോ ആരുടെ കഥ ആദ്യം വായിക്കേണ്ടത് കൺഫ്യൂഷനായി. എൻ്റെ മനസ്സ് നിറയുന്നൊരു സമയമാണ് ഇപ്പോൾ സുബേരെ. ഇത് കണ്ടോ, ഇതെൻ്റെ ഇളയ മോളുടെ കഥ. എഴുത്തും വായനയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കൂടെ ഒരു കവലിട്ട് അയച്ചാൽ മതി. പക്ഷേ ഒരാൾ എഴുതിയത് വേറൊരാൾ വായിക്കുന്നൊരു പേടി, സംശയം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കവലിട്ട് അയക്കുക. നിനക്കറിയോ, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം ഈ എരമേൽ കവറാണ്. കഴിഞ്ഞ കത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ കത്തിലുണ്ടാവുക. ഛേ, ഞാനെന്ത് മണ്ടനാ, നിനക്കറിയാത്ത കാര്യം പോലെയാണ്. സന്തോഷം കൊണ്ടാ. ഇവിടെ ഇരുന്ന് വായിച്ചാൽ ശരിയാവില്ല, ഒറ്റക്കിരുന്ന് വായിക്കണം. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. പിന്നെ കൂടുതലൊക്കെ എൻ്റെ റൂമിൽ ചെന്നിട്ടാവാ. ഞാൻ രാത്രി വരാം. എന്തെങ്കിലും ഒരു ഏർപ്പാടാകുന്നത് വരെ എൻ്റെ റൂമിൽ തങ്ങാനല്ലേ. ഇന്ന് പറ്റില്ല. ആ അത് ശരിയാക്കാം. ആ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ശരി ശരി. ആ നിങ്ങളുണ്ടായിരുന്നോ? അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. എന്നിട്ട് സുബൈറെ ഉഷാറല്ലേ? ആ നീ ഇപ്പൊ ബന്ധ ഏതായാലും നന്നായി. സുബൈറിനൊരു കൂട്ടായല്ലോ. ഒരു കാര്യം ഉണ്ടെന്നും പീടികയിൽ കാതറ് മാത്രമേ ഉള്ളൂ, പോയേ പറ്റൂ. ഇതവിടെ ഇരുന്നോട്ടെ, ബാഗിൽ. ഇതെന്തൊരു പൊതി? അത് അച്ചാറ് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചാ. നാട്ടുകാരെ വിചാരം നമ്മളിവിടെ അച്ചാറില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന്. നിനക്കിപ്പോഴേ അങ്ങനെയൊക്കെ തോന്നും. ഈ ഇത് ബാഗിൽ വെച്ചോ, നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. അത് ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വാ ഇരിക്കു സുബൈറെ. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. എയർപോർട്ടിൽ നിന്നെ കൂട്ടാൻ ആളെ വിട്ടത് ഞാനാ. ഞാൻ അല്പം തിരക്കിലായി പോയി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? വല്ലതും കഴിച്ചോ? യൂസുഫ്ക്ക് മറന്നുപോയതാ, അല്ലെങ്കിൽ നിനക്കുള്ള ഭക്ഷണം കൂടി റെഡിയാക്കിയിട്ടേ മൂപ്പര് പോകൂ. കത്ത് കൊടുത്തുകൊണ്ടാണ് മൂപ്പര് മറന്നുപോയത്. അല്ല അതുകൊണ്ട് കുഴപ്പമില്ല. ഗൾഫിലെ ആദ്യത്തെ ഭക്ഷണം എൻ്റെ കൂടെ ആവട്ടെ. എന്താ? കടന്നോ കടന്നോ. ആ ആ വാ, നമുക്ക് കിച്ചണിലൊക്കെ ഒന്ന് പോയി റെഡിയാക്കി വരാം. എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എല്ലാവർക്കും സുഖാണ്. ആ ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അവസ്ഥ എന്താ? ഉപ്പാക്ക് നടക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറയും, എന്നാലും പള്ളിയിലൊക്കെ പോവും. ഉമ്മാക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, പ്രഷറിന്റെ ഗുളിക നിർത്തരുതെന്ന് മാത്രം. എന്ത് അസുഖം ഉണ്ടെങ്കിലും 5 നേരത്തെ പള്ളിപ്പോക്ക് ഉപ്പ മുടക്കാറില്ല.
ഹസീനാന്റെ കത്തുണ്ട്. ഓളെ കത്ത് വായിക്കണമെന്നില്ല. അതിലെന്താ എഴുതിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ജീവിതത്തിൽ വലിയ അബദ്ധം ഒന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഹസീനാനെ കെട്ടി എന്നുള്ളതാണ്. ഓളെ ബാപ്പ ഓഫർ ചെയ്ത വിസയിലെ ഞാൻ മയങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ കല്യാണം നടത്തി. അതിൻ്റെ ഫലം ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവളും അവളുടെ ബാപ്പയും ഒരു രേഖ വരച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. അതിലൂടെ ഞാൻ സഞ്ചരിക്കണം. പിന്നെ ഒരു 100 പെരുമാറ്റച്ചട്ടങ്ങൾ വേറെയും. ആദ്യകാലത്തൊക്കെ എന്നെ ശരിക്കും നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷേ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും മായ്ക്കാൻ കഴിയാത്ത കുറ്റബോധം മനസ്സിലുണ്ടായി. ഞാൻ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും അനിയന്മാരോടും ഒക്കെ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പെരുമാറി എന്നുള്ളതാണ് അതിനുള്ള കാരണം. അത് പൊതുവേ ഗൾഫുകാരുടെ അനുഭവമാണ്. വീട്ടുകാർ ഒറ്റപ്പെടുത്തുമ്പോൾ ആശ്വസിപ്പിക്കാൻ കൂടെ നിൽക്കുന്നത് ഭാര്യമാരാണ് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഗൾഫുകാരുടെയും അനുഭവം. മറ്റുള്ളവരുടെ അനുഭവം എൻ്റേതു കൂടിയാണ് എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. ആ വേഗം വാ, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഏതാ ഈ പുതിയ അവതാരം? നാട്ടുകാരനാ. എന്താ പേര്? സുബൈർ. ഏത് കമ്പനിയിലേക്കാ? ഫ്രീ വിസ ആണ്, ജോലി കണ്ടുപിടിക്കണം. ആഹാ, ഇയാൾക്കൊരു കൂട്ടായല്ലോ. നിങ്ങളെ പേരെന്താ? മുഹമ്മദ് അലി. മോമാലി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. കുഞ്ഞിപ്പ എന്ന് പറയണം. കോട്ടക്കൽ കുഞ്ഞിപ്പ. കോട്ടക്കല വീട്? ആട്ടാ, നിനക്ക് എന്ത് ജോലി അറിയാം? ഡ്രൈവിംഗ് അറിയാം. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? പ്രീ ഡിഗ്രി. കൊള്ളാം. പ്രീ ഡിഗ്രി ലൈസൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആട്ടെ, വിസക്ക് എത്ര കൊടുത്തു? 1.15. 1,15,000. ടിക്കറ്റ് ഉൾപ്പെടെയാണ്. ആണോ? എന്നാ ഭയങ്കര ലാഭം. നിനക്കൊന്നും വേറെ പണിയില്ല. ജോലി അന്വേഷിക്കാൻ പറ്റിയ യോഗ്യത പോലുമില്ല. ട്രാവൽ ഏജൻസി പറയുന്ന പൈസയും കൊടുത്ത് പറന്നിങ്ങോട്ട് വന്ന അവിടെ പൊന്നു വരാന്നാ വിചാരം. നാട്ടിൽ കൈക്കോട്ട് പണിക്ക് പോയാൽ ദിവസം 150 ഉറുപ്പ്യ കൂലി കിട്ടും. 2 നേരം ഭക്ഷണം. നീ നോക്കണ്ട. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം. എനിക്കും കൂടി ഈ പണി ചെയ്യാൻ പറ്റില്ലായിരുന്നോ എന്നല്ലേ നിന്റെ ചിന്തയിൽ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നീ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എന്തിനാടാ പാവത്തിന് വെറുതെ ടെൻഷൻ ആക്കണത്? ഇപ്പൊ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. मैं उसका साथ गुस्सा नहीं कर रहा हूँ, मैं इसका समझाने के लिए बोल रहा हूँ. वो ठीक है, वो अच्छा है. ആ പാവത്തിന് വിഷമായോ ആവോ? ആ കിടക്ക. എവിടെ കത്ത്? ഈ കത്ത് വേണ്ടിയിരുന്നില്ല. ഇതോടെ കിടക്കട്ടെ. അൻജൻ്റെ കത്തുണ്ട്. ഇത് വായിക്കാം ആദ്യം.
എന്താ രണ്ടാളും കൂടി ഇങ്ങനെ നിൽക്കണ്? എന്നെയും കാത്തിരിക്കാണ്. എന്താ വേറെ മാർഗം ഇല്ലായിട്ടാ മക്കളെ. വീടും പറമ്പും വിൽക്കാൻ വെച്ചിക്കണ്. കടക്കാരോട് ഈ ഞവലി പറയാൻ ബാപ്പാക്ക് വയ്യ. നിങ്ങൾ അളിയന്മാര് ബാക്കി കൊടുക്കാനുള്ള പണ്ടം ചോദിച്ച് പെങ്ങന്മാരെ ഇണങ്ങാറാക്കാൻ തുടങ്ങിക്കണ്. അതൊക്കെ കൂലിപ്പനെടുത്ത് വീട്ടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാവിലെ പോയി പെട്ടിപ്പെട്ടിയും തുറന്നിരിക്കാന്നല്ലാതെ എനിക്ക് എന്താ കിട്ടണത്? സുബൈറിനാണെങ്കിൽ ദിവസം മുഴുവൻ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടണത് അവനെ ചങ്ങായിമാരെ സൽക്കരിക്കാൻ തന്നെ തികണില്ല. എപ്പോഴേയും 10 ഉറുപ്പ്യേൻ്റെ മീൻ വാങ്ങി കൊണ്ടുവന്നാൽ ഒക്കെ ആയി എന്നാ അവൻ്റെ വിചാരം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മക്കൾ പറയും. തടിക്ക് ആക്കണ്ടെങ്കിൽ മരിക്കണത് വരെ തലയിലേറ്റി നിങ്ങൾക്ക് ഞാൻ തിന്നാൻ തരൂ. പക്ഷെ 1.5 ലക്ഷത്തോളം വരുന്ന കടമ്പ് ഇട്ടേ ഞാൻ എന്താ ചെയ്യുക? ഷാഹിനാനെയും കൂടി കെട്ടിച്ചു വിടണ്ടേ? നാനൂറ് 500 റിയാൽ ശമ്പളമുള്ള വിസക്ക് പോയിട്ട് കാര്യമല്ല. അനക്കൊരു കരയറ്റം വേണമെങ്കിൽ 1500 റിയാൽ ശമ്പളം എന്തെങ്കിലും വേണം. അതിന് എനിക്കിപ്പോൾ എന്ത് പണിയാരിയാ? ഗൾഫിൽ ഓട്ടോറിക്ഷ അല്ലല്ലോ. എന്ത് പണിയാലും വേണ്ടില്ല, നാട്ടിൽ നിൽക്കാൻ ഏതായാലും കഴിയില്ല. നിങ്ങൾ വിചാരിച്ച ഒരു വിസ ശരിയായി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എനിക്ക് ഫ്രീ വിസക്ക് പോകാൻ പറ്റുമോ? അവിടെ ചെന്ന് നല്ല ജോലി കണ്ടുപിടിക്കാം. നല്ല ശമ്പളം കിട്ടണ ജോലിക്ക് പോയാൽ മതിയല്ലോ. മാറണമെന്നുണ്ടെങ്കിലോ അതിനും പ്രശ്നമില്ല. എന്തിയാം? അല്ല, ഫ്രീ വിസക്ക് പോയാൽ ജോലി കിട്ടുന്നവരെന്താ ചെയ്യുക? ആ കാര്യത്തിലേക്ക് ബേജാറാകണ്ട. ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മളെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ താമസം, ജോലി, ഭക്ഷണം എല്ലാം ഓര് നോക്കും. താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അബുദാബിക്ക് ഒരു ഫ്രീ വിസ കിട്ടാണ്ട് 1.25 കൊടുക്കേണ്ടി വരും. 1.25 ലക്ഷോ? അത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കുക? അതിൽ കൂടുതൽ കൊടുത്തു പോകാനും ആളുണ്ട്. എന്നാ പിന്നെ വേറെ വിസ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. എന്തിയേം? അല്ലെങ്കിൽ വേണ്ട, ഒരു 1.15 തരുമോ? എൻ്റെ കമ്മീഷൻ വേണ്ട, എൻ്റെ നസീബ് തെളിയട്ടെ. എന്തിയേം? ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചെന്നാൽ വിസ ആൺകുട്ടികൾ കൊണ്ടുപോകും. എൻ്റെ കയ്യിലുള്ള സാധനമാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാം. ഇത് ട്രാവൽസിലുള്ള വിസയാണ്. എന്നാൽ പിന്നെ അതിൽ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ KP ട്രാവൽസിൽ വാ. മെഡിക്കൽ പെട്ടെന്ന് ചെയ്യാം. ഒരു 10-25 ഉറുപ്പ്യ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹലോ, മൈദീനാണ്. അബുദാബിക്കുള്ള ഫ്രീ വിസ എനിക്ക് വേണം. നമ്മളെടുത്ത ആളുണ്ട്. 1 ലക്ഷം ഞാൻ മേടിച്ചുതരാം. ആ ആ ആ ആയിക്കോട്ടെ. അല്ല, ഞാൻ നാളെ പാർട്ടിനും കൊണ്ട് അങ്ങോട്ട് ട്രാവൽസിക്ക് വരാം. എന്ത് ചെയ്യാം? ഓക്കെ. ആ, കാര്യങ്ങളൊക്കെ നീ ബാപ്പയോടൊന്ന് സംസാരിക്കണം. കുറച്ചു കാലം എവിടെയെങ്കിലും വാടക താമസിക്കുക. എനിക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷാഹിനെ കെട്ടിക്കലും വീടുണ്ടാക്കലും ഒന്നും ഒരു പ്രശ്നമില്ല. ഇത്ര വലിയ സംഖ്യ കൊടുത്ത് പോണോ? അധികം ചിന്തിച്ച് കുത്തിയിരുന്ന ഒന്നും നടക്കില്ല. എല്ലാവരെയും ഒന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പം അത് മാത്രമാണ് എൻ്റെ ചിന്ത. ഏതായാലും ഞാൻ രാത്രി വാപ്പനോടൊന്ന് സംസാരിക്കട്ടെ.
2 മാസം കൂടി കഴിഞ്ഞാൽ പണം മുഴുവൻ തരും എന്നാ പറഞ്ഞത്. അന്ന് എന്നെ റേസായി കൊടുക്കുകയും വേണം. തൽക്കാലം എവിടെയും വാടകയ്ക്ക് കൂടാ. അതെൻ്റെ മനസ്സിലുണ്ടാവണോ. അതാലോചിച്ച് ഉപ്പ വിഷമിക്കണ്ട. അതിനൊക്കെ ഒരു വഴി ഞാൻ കാണും. ആ, ഒക്കെ പഠിച്ചോ ഹയറാക്കട്ടെ. റംലയും സൂറിയൊക്കെ ഒന്ന് വരുമമ്മ. പിന്നെ ഓല് വരാണ്ടക്ക? മറ്റന്നാൾ സുബേർ പോകുമ്പോ ഓല് വരാണ്ടക്കണ എങ്ങനെ? പിന്നെ എൻ്റെ അളിയന്മാര് ഹുസൈനും ബീരാനൊക്കെ അല്ലേ, ഓല് ഇങ്ങോട്ട് വരാനൊരു കാരണം കാത്തിക്ക. എന്താ എല്ലാവരും തമാശ പറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല എൻ്റെ കുട്ടിയെ, എൻ്റെ അളിയന്മാരെ വർത്താനം പറഞ്ഞ് കുത്തിരിക്കുക. നിങ്ങൾക്കൊക്കെ എന്താ ആവശ്യമുണ്ടെങ്കിൽ എഴുതാനും അറിയിക്കാനൊന്നും മടിക്കരുത്. വിഷമൊന്നുമില്ലാതെ അവിടെ എത്താനും നല്ലൊരു പണി കിട്ടാനും എൻ്റെ തേട്ടം. എല്ലാവരും അതിന് തേടിക്കോളി. ഇവിടുത്തെ കാര്യം ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഷമീമേ, പഠനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കുടുംബത്തിൽ പഠിപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടാവട്ടെ. ഞങ്ങളെപ്പോലെ ഉഴപ്പാൻ നിൽക്കരുത്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. ചിന്തയിലാണല്ലേ? എന്താ, നാട്ടിലേക്ക് തിരിച്ചു പോകണോ? സാരമില്ല, കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാവും. സ്വയം മനസ്സിനെ നിയന്ത്രിക്കുക. ഞാൻ ഏതായാലും ഒന്ന് പോവുകയാണ്. ഞാനിനി മടങ്ങുന്നത് പാതിരാത്രി കഴിഞ്ഞിട്ടായിരിക്കും. ഈ റൂമിൽ ഇനി നീ കാണാത്ത 5-6 പേര് കൂടി വരാനുണ്ട്. അല്ലെങ്കിൽ നിനക്കിവിടെ തങ്ങായിരുന്നു. രാത്രി യൂസഫ്ക്ക വരും. തൽക്കാലം നീ യൂസഫ്ക്കയുടെ കൂടെ തങ്ങ്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാം കേട്ടോ. ജോലിക്ക് ഞാൻ ശ്രമിക്കാം. എന്നാൽ ശരി, ഞാൻ വരാം. ഭക്ഷണം കഴിച്ചോ? ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? എന്തേ ജോലി? ഈ വിസ കണ്ടുപിടിച്ചാൽ ഞെക്കി കൊല്ലണം. ഇരിക്ക്. 10-12 വർഷമായിട്ട് ഞാൻ ഈ മുറിയിലാണ് താമസം. പിന്നെ മുറിയൊക്കെ ഇങ്ങനെ അനങ്കോലപ്പെട്ടിട്ടാണ് കിടക്കണത്. എന്താ ചെയ്യുക, ഭാര്യയൊന്നും ഇല്ലല്ലോ ഇവിടെ. ജോലി കഴിയുക, വരിക, കിടക്കുക, പിന്നെയും ജോലിക്ക് പോവുക. ഇതാണ് എല്ലാ ഗൾഫുകാരെയും അവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ നിനക്കും ഇതൊക്കെ മനസ്സിലാവും. മുഖം കണ്ടാൽ അറിയാം നിന്റെ ഭാവനയിലുള്ള റൂമല്ല ഇതെന്ന്. ഒരു സാധാരണ ഗൾഫുകാരന് കിട്ടാവുന്നതിൽ ഏറ്റവും സൗകര്യമുള്ള മുറിയാണ് എൻ്റെ ഈ മുറി. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാട്ടുകാരുണ്ടോ ഇത് വല്ലതും അറിയണ്? കുടിക്കേ. ബാത്റൂം അവിടെ ഉണ്ട്. തോർത്തുമുണ്ട് കൊണ്ടുവന്നത് ബാഗിലില്ലേ? ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, അതെടുക്കാം കേട്ടോ. നിന്റെ കുളി കഴിയുമ്പോഴേക്ക് ഞാൻ രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കട്ടെ. ഗൾഫിൽ നിന്നുള്ള ആദ്യത്തെ ഒരു രാത്രി ഭക്ഷണമല്ലേ, കുബൂസാണ് ഉണ്ടാകുക ഗൾഫിൽ. അതൊന്ന് കഴിച്ചു നോക്കുക. എന്തേ?
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പുന്നാരക്കയ്ക്ക് അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് സുഖമല്ലേ? അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ 5 നേരവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ സുഖമാണ്. നമ്മുടെ മക്കൾക്കും അവരും ഇക്കായ്ക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 ആളും 3 മൂലയിലാണ്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒഴിവു സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, പത്രവും വരുത്തുന്നുണ്ട്. പണമൊക്കെ വളരെ സൂക്ഷിച്ചാണ് ചെലവഴിക്കുന്നത്. തയ്യൽ മെഷീൻ വാങ്ങിയതിൽ പിന്നെ 50, 100 ഒക്കെ ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ കാശൊന്നുമില്ല. ഇന്നലെ കുഞ്ഞബിത്തായുടെ 500 രൂപ കടം വാങ്ങി. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് കൊടുത്തേക്കണേ. കാശ് ആവശ്യപ്പെട്ട് ഒരിക്കലും കത്തെഴുതില്ലെന്ന് ഓരോ പ്രാവശ്യവും തീരുമാനിക്കും. പിന്നെയും എഴുതേണ്ടി വരികയാണ്, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. ഉടനെ വരുമെന്ന് പറഞ്ഞു എത്ര പ്രാവശ്യമായി കൊതിപ്പിക്കുന്നു. ഇക്കയുടെ പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം. എങ്കിലും ഉടനെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. പടച്ചവനെല്ലാം കാണുന്നുണ്ടല്ലോ, എല്ലാ പ്രയാസങ്ങളും തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തട്ടേക്ക, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹത്തോടെ ഇക്കയുടെ സ്വന്തം സഫിയ. കത്തിപ്പോ വായിക്കുന്നേ? ഇത് 4ാമത്തെ തവണയാ. നീ ഒരു കാര്യം ചെയ്യ്, ഈ കട്ടിൽ കിടന്നു. പിന്നെ യൂസുഫ് കാ, നിങ്ങളോട് പറയാൻ സഫിയാത്ത ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? കഴിയുമെങ്കിൽ നാട്ടിലേക്കൊന്ന് ചെല്ലാൻ, കുറച്ച് ദിവസമെങ്കിലും കുട്ടികളെ കൂടെ താമസിക്കാലോ. പോണം. വലിയ ശമ്പളവും സൗകര്യമുള്ള ജോലി കിട്ടിയാലേ പോകുമെന്ന് വാശി പിടിക്കാതെ തൽക്കാലം കിട്ടുന്ന ജോലിക്ക് അങ്ങോട്ട് പോവുക. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് അതിനേക്കാളും നല്ല ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയും ചെയ്യുക. അതാണ് ബുദ്ധി. ഫ്രീ വിസ ആയതുകൊണ്ട് അതിനൊരു സൗകര്യമാണ്. അല്ലെങ്കിൽ ബഷീറിൻ്റെ മുറിയിൽ ഒരുത്തൻ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ, അങ്ങനെ സമയം കളയേണ്ടി വരും. അതാരാ ആള്? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അത് നമ്മുടെ കോട്ടകൽ കുഞ്ഞിപ്പയുടെ അമ്മായിയുടെ മോനാ. വന്നിട്ട് 11 മാസം കഴിഞ്ഞ്. നിന്നെപ്പോലെ ഫ്രീ വിസക്കാ പോകുന്നത്. കുഞ്ഞിപ്പയെ കണ്ടാണ് വന്നത്. 1500 റിയാൽ ശമ്പളമുള്ള ജോലി അവന് കുഞ്ഞിപ്പ ശരിയാക്കി കൊടുത്ത്. എന്നിട്ട് അവൻ പോയില്ല. അവൻ MA വരെ പഠിച്ചിട്ടുണ്ട് അത്രേ. അതിനനുസരിച്ച് ജോലി കിട്ടാതെ അവൻ പോയില്ല എന്ന്. അത് മാത്രമല്ല, അവൻ്റെ സ്നേഹിതന്മാരൊക്കെ വളരെ ഉയർന്ന ജോലിയും വലിയ ശമ്പളം വാങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് ജോലിയും ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അവന് കുറച്ചിലാണെന്നാ പറയണത്. എന്നാ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? വലിയൊരു സംഖ്യ കടം വരുത്തിയിട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെ തിരിച്ചു പോകും? ഗൾഫ് ഒരു വിചിത്ര ലോകമാണ് എൻ്റെ മോനെ. ആഗ്രഹിക്കുന്നതൊന്നും ഇവിടെ സംഭവിച്ചെന്ന് വരില്ല. വിരോധാഭാസങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ. ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെയാണ് ഇവിടുത്തെ വില്ലനും നായകനും ഒക്കെ ആയിട്ട് വരുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ ചേലക്കര സ്കൂളിൽ അദ്രിമ മാഷെ? ഞങ്ങൾ ഒരുമിച്ച് കുറെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. നല്ല ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിരുന്നു. ഇപ്പം അയാൾ ഗൾഫിലാണല്ലോ. എന്നാ കേട്ടോ, മൂപ്പരിപ്പോ ഇവിടെ ഉണ്ട്. അങ്ങയുടെ കഥ മതി ഞാൻ നേരത്തെ പറഞ്ഞത് ബോധ്യപ്പെടാൻ. 5 കൊല്ലത്തേക്ക് ലീവ് എടുത്ത് ഗൾഫിൽ വന്നതാ. ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്ത്. മാഷെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ ആരാന്നറിയോ? മൂപ്പര ശിഷ്യൻ. ഈ പറയുന്ന ശിഷ്യൻ നന്നായി പഠിച്ച് റാങ്ക് വാങ്ങിയിട്ടുണ്ടെന്നാ വിചാരം.
അങ്ങനെയാണെ തിരക്കടില്ല. അതല്ല എൻ്റെ മോനെ. ശിഷ്യൻ SSLC തോറ്റ് തൊപ്പിയിട്ട് രണ്ടാമത് എഴുതാൻ പോലും മെനക്കെടാതെ നാട്ടിൽ വെറുതെ കിടന്ന് കറങ്ങുമ്പോൾ നാട്ടുകാർ വീട്ടുകാരൊക്കെ കൂടി കയറ്റി വിട്ടത് അങ്ങോട്ട്. ഇപ്പോൾ ഗുരുവിന് ശമ്പളം 15,000, ശിഷ്യന് ശമ്പളം 50,000. ഇതാണ് മോനെ ഗൾഫ്. എത്രയും പ്രിയപ്പെട്ട ഉപ്പക്ക് അസ്സലാമു അലൈക്കും. ഞങ്ങൾക്കൊക്കെ ഇവിടെ സുഖമാണ്. അവിടെ ഉപ്പാക്ക് സുഖമല്ലേ? വിശദമായി ഉമ്മ എഴുതിയതുകൊണ്ട് ഞാനൊന്നും എഴുതുന്നില്ല. കുറേ പഠിക്കാനുണ്ട്. ഈ വർഷം SSLCയാ. ആ കാര്യം ഉപ്പയ്ക്ക് അറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ പോകുമ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നു. ഇപ്രാവശ്യം കാക്കൊല്ല പരീക്ഷയിൽ എനിക്കായിരുന്നു ക്ലാസ് ഫസ്റ്റ്. മാഷുമാരും ടീച്ചർമാരും ഒരുപാട് അഭിനന്ദിച്ചു. ക്ലാസ് മാഷിൻ്റെ വക ഒരു ട്രോഫിയും കിട്ടി. എന്നാ ഉപ്പ നാട്ടിലേക്ക് വരിക? ഉപ്പയെ കാണാൻ വല്ലാതെ കൊതിയാവുന്നു. ഇപ്രാവശ്യം നാട്ടിൽ വന്നാൽ ഷട്ടിൽ കളിക്കാനൊന്നും ഞാൻ കൂടൂല. ഞാൻ വലിയ പെണ്ണായില്ലേ. അങ്ങനെയാ ഉമ്മ പറയണേ. ഉമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. സുബഹിക്ക് എണീക്കണം. മഗ്‌രിബ് നമസ്കരിച്ച് ഖുർആൻ ഓതിയ ശേഷേ സ്കൂളിലെ ബുക്ക് തുറക്കാൻ പാടുള്ളൂ എന്നാ ഉമ്മാൻ്റെ ഓർഡർ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ശീലായി. സ്ട്രിക്റ്റ് ആണെങ്കിലും ഉമ്മയ്ക്ക് ഞങ്ങളോട് വലിയ സ്നേഹമാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഫീണം കണ്ട അത്ര തന്നെ സ്നേഹം ഉപ്പയോടുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ, മനസ്സ് നിറയെ ഉപ്പയാ. ബാബു അപ്പുറത്തിരുന്ന് വേറെ കത്തെഴുതുന്നുണ്ട്. അതുകൊണ്ടാ അവൻ്റെ വിശേഷങ്ങൾ ഞാൻ എഴുതാത്തത്. സ്കൂളിലെ ടൂറിനെ അവന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. 600 രൂപ വേണം. ബാപ്പ ഗൾഫിലല്ലേ, നിർബന്ധമായും പോരണമെന്ന് സാറുമാർ പറഞ്ഞത്രേ. നമ്മുടെ സ്ഥിതി അവർക്ക് ആർക്കും അറിയില്ലല്ലോ. ഉമ്മ ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പോകാൻ കഴിയാത്തതിൽ അവന് വിഷമമൊന്നുമില്ല. ഇപ്രാവശ്യം ഉപ്പ വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി എങ്ങോട്ടെങ്കിലും ടൂറിന് പോകണം. നാലര മാസമായിട്ട് പണിയൊന്നും ശരിയായില്ല പറഞ്ഞാൽ എന്താപ്പോ എൻ്റെ അവസ്ഥ? ഓനെക്കൊണ്ട് ഇപ്പോൾ നാട്ടുകാരൊക്കെ ഇടങ്ങറായിട്ടുണ്ടാവും. ഇത്തിരി ഒക്കെ ഇടങ്ങാറായി ഓൻ അങ്ങോട്ട് അയക്കേണ്ടില്ലേന്നു.
ഞമ്മക്കുള്ളത് മതിയെന്നു. ഉള്ളത് അറിഞ്ഞപ്പോ എന്താ ഉള്ളത്? പിന്നെ പര വെക്കണ്ടെന്ന് അറിയേണ്ടത് പെൺകുട്ടികളെ കെട്ടിയോരാ. നമ്മൾ പുറല്ലാണ്ട് തെണ്ടിയാലും വണ്ടിയില്ല, ഓർക്ക് കിട്ടാണല്ലോ കിട്ടണോ. പെങ്ങന്മാർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടാ അളിയന്മാരോട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെങ്ങന്മാരൊക്കെ പുയ്യാപ്പിളാരുടെ ഭാഗത്താ, നമ്മളൊക്കെ പുറത്താ. ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെരയും പറമ്പും വിറ്റുപോയില്ലേ. ഏതായാലും ഓനക്ക് മറുപടി എഴുതുമ്പോൾ വിഷമം ഉണ്ടാക്കുന്ന ഒന്നും എഴുതണ്ട. ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് എഴുതിയാൽ മതി. സാഹിനാന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് പുര വിറ്റിരുന്നെങ്കിൽ ഇത്ര സങ്കടമില്ലായിരുന്നു. رفيق السلام عليكم. وعليكم السلام. كيف الحال؟ الحمد لله زين. ليش انت ما رو بلاد؟ والله ان شاء الله روح عادي سنه ان شاء الله روح ان شاء الله. جيب ساموسه ان شاء الله. كم ريال سموسه؟ جيب 5 ريال ما في مشكله. جيب بسرعه ان شاء الله. جيب بسرعه يلا بسرعه. അതാണല്ലോ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ചെറിയ ബിസിനസ്സിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ വലിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് കൺട്രീസ് മൊത്തമുള്ളൊരു ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ബിസിനസ് കൊണ്ട് എനിക്കൊരു കാര്യമില്ല. ആ ഇല്ലല്ല ഇല്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? ഓക്കെ ഓക്കെ ഓക്കെ. ആ പറയൂ, നിങ്ങൾക്ക് എത്ര ഷെയർ കിട്ടണം? നമ്മൾ തമ്മിൽ ഷെയറിന്റെ വലിപ്പം സംസാരിക്കണോ? ഞാൻ എത്ര ലക്ഷം കൊടുക്കണം അത് പറയൂ. 50-50. എഗ്രി? എഗ്രീഡ്. എന്താ യൂസുഫ് കാ, ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഒരു മാനേഴ്സ് വേണ്ടേ? കുറെ നേരമായി പുറത്ത് കാത്തിക്കണ്. ഞാൻ പറഞ്ഞ ആള്. എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നമ്മളെ കുട്ടിയാലിയാക്കൻ്റെ മോനാ, സുബൈർ എന്നാ പേര്. പരിചയല്ലേ? ആ അറിയാം. ആ CV സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി. മറ്റുള്ള എല്ലാ വിവരത്തിനും ഞാൻ യൂസുഫ്ക്കയോട് പറയാം. പഴയ പോലെയൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ ഗൾഫിലൊരു ജോലി എന്നൊക്കെ പറയുന്നത്. അറിയാലോ യൂസുഫ് കാ. ഇവൻ്റെ പേപ്പേഴ്സും മറ്റുള്ള എല്ലാ ഡോക്യുമെൻസും മെയിൻ ഓഫീസിലേക്ക് എത്തിക്ക്. ആ ഞാൻ അല്പം ബിസിയാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ശരി, വരട്ടെ. ഓക്കെ. യൂസുഫ് കാ, മലയാളീസിനെ നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ, ഇത്തരം ഏടാകൂടങ്ങൾ വലിച്ചു കയറ്റി ഇങ്ങോട്ട് വരരുതെന്നുള്ളത്. പ്ലീസ്, എനിക്കത് തീരെ താല്പര്യമില്ല. എന്റെ യൂസുഫ് കാ, നിങ്ങൾ ഇത്രയും പാവത്തനായി പോയല്ലോ. ആ നാല് ജാഫറിന്റെ കാല് പിടിക്കാൻ പിന്നെയും നിങ്ങൾ പോയല്ലേ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു കയറുക. എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ആർക്ക് വേണ്ടി ആയാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഇനി ഈ ഓരോന്ന് പറഞ്ഞിട്ട് സുബൈറിനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. സുബൈർ അറിയണം നാട്ടുകാരൻ ആരാണെന്നുള്ളത് ഇവനും കൂടി ഒന്ന് അറിയുന്നത് നല്ലതാ. 10-20 വർഷം മുമ്പ് ജാഫർ ഇവിടെ എത്തിയത് ഇന്ന് നീ വന്നതിനേക്കാളും കഷ്ടപ്പാടുമായിട്ടാണ്. അന്ന് യൂസുഫ് വന്നിട്ട് 2 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ.
യൂസുഫ്ക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ഇല്ലാതെ ബാക്കി എല്ലാം ശരിയായി നിൽക്കുമ്പോഴാണ് ജാഫറിൻ്റെ വരവ്. പിന്നീട് ജാഫറിന് ജോലി ശരിയാക്കലായി മൂപ്പരുടെ പരിപാടി. ചുരുക്കി പറഞ്ഞാൽ ആ കൊല്ലം യൂസുഫ്ക നാട്ടിലേക്ക് പോയില്ല. 6 മാസത്തോളം ഈ ജാഫർ യൂസുഫ്കയുടെ ചെലവിലായിരുന്നു കഴിഞ്ഞത്. പിന്നീട് നല്ലൊരു ജോലി ശരിയാക്കി കൊടുത്തതും നമ്മുടെ യൂസുഫ്ക തന്നെയാണ്. അതൊക്കെ പണ്ടത്തെ കഥയല്ലേ? കഥ പണ്ടത്തെ തന്നെ. പക്ഷേ മുഴുവൻ കഥകളും സുബൈർ അറിയണം. എന്തിനാണെന്നറിയോ? മറ്റൊരു ജാഫറാകാതിരിക്കാൻ. നിനക്കറിയോ, നാട്ടുകാർക്ക് വേണ്ടി നമ്മളിവിടെ എന്ത് പ്രവർത്തനം സംഘടിപ്പിച്ചാലും അതിലൊന്നും ജാഫറിൻ്റെ ഒരു പങ്കും ഉണ്ടാവാറില്ല. ജോലിയിൽ കയറിയത് മുതൽ അയാൾ പെട്ടെന്ന് വളരുകയായിരുന്നു. ശമ്പളം കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് വളരാൻ കഴിയില്ലല്ലോ. അയാൾക്കിവിടെ പ്രധാന പരിപാടി എന്തായിരുന്നു? ഇല്ല, ഞാൻ നിർത്തി. യൂസുഫ്കയുടെ വിഷമം എൻ്റെ കൂടെ വിഷമം. കാരണം എന്നെ ഒരു മനുഷ്യനാക്കിയത് യൂസുഫ്കയാണ്. നീ പുകഴ്ത്തി പറഞ്ഞ് എന്നെ വഷളാക്കുന്നാ തോന്നുന്നത്. യൂസുഫ്ക, ഞാൻ ഇപ്പൊ വന്നതേ കുഞ്ഞിപ്പാക്ക് വേണ്ടിയാ. സുബൈറിന് ഒരു ജോഡി ഡ്രസ്സ് അവൻ കൊടുത്തിട്ടുണ്ട്. കൊടുക്കടോ. ഒട്ടും വിഷമിക്കണ്ട. ജോലിക്ക് വേണ്ടി ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഉടനെ ശരിയാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ പറയാൻ മടിക്കരുത്. എന്നാ ഇത് വെച്ചോ. വാങ്ങിച്ചോളൂ. വരട്ടെ. എന്നാ യൂസുഫ്ക പോയിട്ട് വരട്ടെ. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നല്ല കഥയായി പോയി. എങ്ങനെയുണ്ട് സുബേറെ? ഇപ്പോ അന്റെ തെറ്റിദ്ധാരണൊക്കെ മാറിയില്ലേ? ഇതാണ് ഗൾഫുകാരൻ. ഗൾഫിൽ വന്ന് ഒരാൾ കഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് സഹിക്കില്ല. അവന്റെ മനസ്സ് വേദനിക്കും. വേഗം ഒരുങ്ങ്, നമുക്ക് വന്നിട്ട് റൊട്ടി കഴിക്കാം. പറഞ്ഞ സ്ഥലത്ത് പോകണം. എന്താ? അക്കരയുള്ളൊരു മാരനയച്ചോരത്തറ് പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ. മുല്ലപ്പൂമാല കൊരുത്തത് പോലവൻ എഴുതിയ കത്തിനകത്തെ സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ. ബിസ്മിലാരംഭിച്ചൊരു കത്തെ വിസ്തരിച്ചെഴുതി സലാമുമുരത്തെ. ബിസ്മിലാരംഭിച്ചൊരു കത്തെ വിസ്തരിച്ചെഴുതി സലാമുമുരത്തെ. പണിയില്ലെന്നവസാനിപ്പിച്ചേ. അക്കരയുള്ളൊരു മാരനയച്ചോരത്തറ് പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ. മണലാരണ്യത്തിൽ ചങ്ങാതികളുടെ ഔദാര്യത്തിൽ അങ്ങിങ്ങായി പണിയും തീരഞ്ഞലഞ്ഞിടുന്നേ. ദല്ലാളുകളൊപ്പിച്ചുള്ള വിസക്കളിയിൽ ചതി പറ്റിയ കാര്യം എല്ലാരും അറിഞ്ഞതും കുറച്ചിലായേ. മാസം പലതു കടന്നു കഴിഞ്ഞ് പോലീസ് ഒടുവിൽ കണ്ടെത്തുന്നേ. മാസം പലതു കടന്നു കഴിഞ്ഞ് പോലീസ് ഒടുവിൽ കണ്ടെത്തുന്നേ. ജയിലഴി എണ്ണാൻ വിധിയാകുന്നേ. അക്കരയുള്ളൊരു മാരനയച്ചോരത്തർ പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ. മാസങ്ങൾ പലതു കഴിഞ്ഞവൻ അങ്ങനെ സ്നേഹിത കാരുണ്യത്തിൽ വേഷങ്ങൾ പെട്ടിയിലാക്കി തിരിച്ചു പോന്നേ. കസ്റ്റംസിൻ കഴുക കണ്ണുകൾ കൊത്തിയെടുത്ത് കഴിഞ്ഞതിൽ പിന്നെ ശേഷിച്ച പെട്ടിയുമായവൻ വീട്ടിലും അണയുന്നേ. വീട്ടിൽ നെടുവീർപ്പുയരുകയായി, നാട്ടാർ സാന്ത്വനമേകുകയായി. വീട്ടിൽ നെടുവീർപ്പുയരുകയായി, നാട്ടാർ സാന്ത്വനമേകുകയായി. ചരട് മുറി
കുഞ്ഞൊരു പട്ടം പോലായി. അക്കരെയുള്ളൊരു മാരനയച്ചോരത്തറ് പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ. മുല്ലപ്പൂമാല കൊരുത്തത് പോലവൻ എഴുതിയ കത്തിനകത്തെ സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ. അക്കരെയുള്ളൊരു മാരനയച്ചോരത്തറ് എൻ്റെ എത്രയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വീട്ടിലെ മറ്റെല്ലാവരും അറിയാൻ സുബൈർ എഴുതുന്നത്. നിങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു. അങ്ങനെ 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. താൽക്കാലികമാണ്, എങ്കിലും 6-7 മാസം കിട്ടും. അപ്പോഴത്തേക്കും വേറെ ജോലി കണ്ടുപിടിക്കാൻ കഴിയും. ഭാഷയെല്ലാം ശരിയായി വരുന്നു. യൂസഫ്ക്കാണ് ജോലി ശരിപ്പെടുത്തിയത്. യൂസഫ്ക്ക് എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കുറേ കാശും ചിലവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ താമസം ജോലി സ്ഥലത്തിനടുത്താണ്. യൂസഫ്ക്കയുടെ റൂം കുറച്ച് ദൂരെയാണ്, എങ്കിലും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നേരിൽ കാണാറുമുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന മുറിയിൽ 8 മലയാളികളുണ്ട്. തിരക്കിട്ടാണ് ഈ കത്തെഴുതുന്നത്. രാത്രി കുറച്ചുറങ്ങുന്ന സമയം മാത്രമേ വിശ്രമമുള്ളൂ, ബാക്കി മുഴുവൻ ജോലി തന്നെയാണ്. തൽക്കാലം ഒരു 5000 രൂപ ഇതോടൊപ്പം അയക്കുന്നു. കടം വാങ്ങിയതാണ്, വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുക്കുക. താഴെ എഴുതിയതാണ് എൻ്റെ പുതിയ അഡ്രസ്സ്. ജോലി മാറുന്നത് വരെ അഡ്രസ്സിൽ മാറ്റമുണ്ടാവില്ല. എല്ലാവരോടും അന്വേഷണം പറയുക. വിശദമായ മറുപടിക്ക് കാത്തിരിക്കുകയാണ്. സ്നേഹത്തോടെ, മകൻ സുബൈർ. ഏതായാലും ഇനി അമ്മക്ക് വല്ലാണ്ട് ഇടങ്ങളാവേണ്ടി വരൂല. എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു നല്ല കാലോ. അല്ല, ഓൻക്ക് ശമ്പളമൊക്കെ പെരുത്തുണ്ടാവോ? ഗൾഫുകാർക്കൊക്കെ ഇപ്പൊ ശമ്പളം കുറവാണെന്നാ കേൾക്കുന്നത്. എന്നാലും സുബൈറിന് ഒരു 10-20,000 രൂപ ശമ്പളം ഇല്ലാതിരിക്കൂല. ഏതായാലും വേണ്ടിയില്ല, കുറച്ച് ആൾക്കാരെ വിളിച്ച് ഞമ്മക്കൊരു സൽക്കാരം നടത്തണം. മകൻ ഗൾഫിൽ പോയ പിന്നെ ഞാൻ പിസ്കനായിന്ന് കുടുംബക്കാർ പറയരുതല്ലോ. ആ ഒന്നിപ്പം വേണ്ടാന്ന് എൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ചും വാടകപ്പെരേന്ന്. അതുകൊണ്ട് എന്നെ സൽക്കാരം വേണമെന്ന് വെച്ചതു. വാടകയ്ക്ക് താമസിക്കാച്ചിട്ടേ കുടുംബക്കാരെ മുമ്പില് നമ്മൾ മോശക്കാരാകാൻ പാടില്ലല്ലോ. നമ്മളെടുത്ത് പണുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമാവട്ടെ. എന്തേ ഇത് പൈസ കിട്ടാൻ ഏത് ബാങ്കിലാ കൊടുക്കുക? അക്കൗണ്ടുള്ള ഏത് ബാങ്കിലും കൊടുക്കാം. എനിക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലല്ലോ. എനക്ക് അക്കൗണ്ട് ഇല്ലേ? എനിക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഡ്രാഫ്റ്റ് നിങ്ങളെ പേരിലല്ലോ ഉള്ളത്. ഇതാ അപ്പോൾ ഇടങ്ങറ്. ഇനിയിപ്പം ബസ്സും കയറി ബാങ്കിൽ പോണ്ടേ? കൊയലായിട്ട് അയച്ചിരുന്നെങ്കിൽ ആ ഇടങ്ങറില്ലായിരുന്നു. അല്ല, ഞമ്മളിടങ്ങറൊന്നും ഇപ്പൊ സുബൈറിന് അറിയണ്ടല്ലോ. ഡ്രാഫ്റ്റ് അയച്ചാ പിന്നെ ഓന്റെ പണി കഴിഞ്ഞു. ഹലോ, ആരാ? സെഫിയ? കുറേ നേരമായോ കാത്തിക്കണ്? ആ, ഞാനിവിടെ നിന്ന് വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. എന്താ അത്, ടെലിഫോൺ കേടുണ്ടോ അവിടെ? ആ, അത് ശരി. കുറേ നേരമായോ കാത്തിക്കണേ? ആ, പിന്നെ ഞാനേ ഈ ഏപ്രിൽ 6-ാം തീയതി വരിക. ആടി, നിനക്ക് കേൾക്കണോ? ഞാൻ ഇപ്രാവശ്യം 5-6 മാസം നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടാണ് വരണത്. അതെ, ഒരു കാര്യം ചെയ്യണം നമുക്ക്. ഇപ്രാവശ്യം വന്നിട്ട് ഇൻഷാ അല്ലാ കുട്ടികളൊക്കെ ആയിട്ട് ഊട്ടിയിലോ മൈസൂരിലോ എവിടെയെങ്കിലുമൊക്കെ പോട്ടെ. ആ പറയ്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടികളോട് പറയാൻ പറയും. നാളെ ചോദിച്ചു നോക്കി, ഞാൻ വിളിക്കാം. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ചോദിച്ചോ. നാളെ ഞാൻ എന്തായാലും വിളിക്കാം. എന്നാ ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പിന്നെ പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ അടുത്ത മാസം 6-ാം തീയതി നാട്ടിലേക്ക് പോവാ. വല്ല കത്തോ കാര്യം എന്തോ ഉണ്ടെങ്കിൽ കരുതി വെച്ചോളി.
ഓ ഇനി 13 ദിവസം കൂടി കാത്തിരിക്കണം. 3 കൊല്ലവും 4 മാസവും കാത്തിരുന്നു. ഇനി 13 ദിവസം കാക്കാനാണോ പണി അല്ലേടി? പിന്നെ ഇപ്രാവശ്യം ഇപ്പൊ വന്നാ നമുക്ക് അടിച്ചു പൊളിക്കണം. ഏതായാലും ഊട്ടി മൈസൂരൊക്കെ ഒന്ന് പോണം. ഒരാഴ്ച അടിച്ച് പൊളിക്കണം കേട്ടോ അമ്മ.